നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടോ എങ്കിലേ നിങ്ങളെ മുട്ടുവേദന ഒരു ദിവസത്തിനോട് നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, അതിനാണ് നമ്മൾ സാലി ഗുരുക്കൾ. നമ്മൾ ഒരുപാട് ആളുകളുടെ മുട്ടുവേദന നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് പല സർജറി പറഞ്ഞ കണ്ടീഷനുകൾ പോലും നമുക്ക് ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ സാറോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ സാർ പറഞ്ഞല്ലോ നമുക്ക് ഒരു മുട്ടുവേദന ഒരു ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായി മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ സർജറി പറഞ്ഞ പല കേസുകളും നമുക്ക് അത്തരം പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇത്തരം മുട്ടുവേദന നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുന്നത്? മുട്ടുവേദനക്ക് ഒരുപാട് സ്റ്റേജുകളുണ്ട്. അതെ. ഇപ്പം നമ്മളെ അനുഭവത്തിൽ ഒരു ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരുപാട് അനുഭവസ്ഥർ നമ്മുടെ ഇടയിലുണ്ട്. ഈ ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കുക എന്ന് പറയുമ്പം ഇപ്പം അതിനുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ആ രൂപത്തിൽ ഇപ്പോൾ ഹിജാമ തെറാപ്പിയൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് മാറുന്ന മുട്ടുവേദനകളിപ്പോൾ യുനാനി മുറപ്രകാരം ഒരുപാട് അനുഭവത്തിലൂടെ നമുക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. നമ്മൾ ആ വേദന ഉണ്ടാക്കുന്ന അവിടെയുള്ള കേട് രക്തങ്ങളെ നമ്മൾ ഊറ്റിക്കളയുമ്പോൾ മാറ്റിക്കളയുമ്പോൾ ആ സമയത്ത് തന്നെ അതിനെന്താവുന്നുണ്ട്, അവർക്ക് മുട്ടുവേദന സർജറി ഒന്നും ഇല്ലാതെ രക്ഷപ്പെടുന്നുണ്ട്, നിസ്കരിക്കാൻ കഴിയുന്നുണ്ട്, അവർക്ക് സ്റ്റെപ്പ് കയറാൻ കഴിയുന്നുണ്ട്, ഇറങ്ങാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ പല ആളുകളും പല രൂപത്തിലുള്ള മുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ചില സമയത്ത് വേദന, ചില ആളുകൾ നീര്, ചില മുട്ടിൻ്റെ ഒരു ബലമില്ലാത്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ശരിക്ക് എന്തൊക്കെ കാരണം കൊണ്ടാണ് മുട്ടുവേദന വരുന്നത്? മുട്ടുവേദനക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളെ വയറ് തന്നെയാണ്. വയറ് മീൻസ് ആമാശയം മീൻസ് ആമം, ആമം മീൻസ് ആമാശയം. അപ്പോൾ ഈ ആമാശയം ദുഷിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കാൽമുട്ടിന് ആ ദോഷം കാൽമുട്ടിന് പ്രതിഫലിക്കുന്നതാണ് നമ്മൾ കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ ആ കാരണമായിട്ട് എന്താകുന്നത്, അവരുടെ കാലിൻ്റെ മുട്ടിൽ പിന്നെ വാദത്തിൻ്റെ രക്തം, ആമാശയത്തിന് വാദം സംഭവിക്കുന്നു. ആ വാദം കാലിന് മുട്ടിന് പ്രതിഫലിച്ച് കാണുന്നു. വയറിന് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല. പിന്നെ കാല് വഷളായി തുടങ്ങുന്നു. അത്തരം ചില കേസുകൾ നമുക്ക് കാലിൻ്റെ മുട്ടിലേക്കൊക്കെ വാദനീരുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് വേറെ ഫ്ലൂയിഡിൻ്റെ വിഷയമോ ഓർത്തോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ അങ്ങനെ കാണാം. ഒരു 70% 60% അങ്ങനത്തെ മുട്ടുവേദനകളാണ്. അത് നമുക്ക് ഈ ഹിജാമ തെറാപ്പി ചെയ്ത് നമുക്കൊരു ദിവസം തന്നെ ആ നീരുകളൊക്കെ വലിച്ചെടുത്ത് അവിടെ എന്തെങ്കിലും മരുന്നുകളൊക്കെ പ്രയോഗിച്ച് അങ്ങനെ ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന മുട്ടുവേദന ചില സമയത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ പറഞ്ഞ ആമവാദം, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ശരിക്കും ഈ ഗട്ടാന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ വയറാന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ വയറ് ഈ ഒരു മുട്ടുവേദനയിലേക്ക് വരാനുള്ള കാരണം? നമ്മൾക്ക് വയറിൽ ഇതൊരു വാതരോഗത്തിൻ്റെ ഗണത്തിലാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം നമ്മളെ വയറ് ഡൈജഷൻ ഒന്നും ഇല്ലാതെ സ്തംഭനാവസ്ഥയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു പുളിച്ച് തികട്ടലൊക്കെ ആയിട്ട് നമ്മൾ ഗ്യാസ്ട്രിക് ഒക്കെ ആയിട്ട് നമ്മളുടെ ഗ്യാസിൻ്റെ ഗുളികയൊക്കെ കഴിച്ച് നമ്മളങ്ങനെ കാലം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഒരു ശോധനൻ്റെ ഗുളികയൊക്കെ കഴിച്ച് ശോധന വരുത്തി അങ്ങനെ. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഇതിൻ്റെ കുടലിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി കുടലിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മുട്ടിനുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം ഇങ്ങനെ ആ കൂട്ടത്തിൽ മുട്ടിനുള്ളത് നമ്മൾ ചെയ്യും. കുടലിനെ നന്നാക്കി ഡൈജഷനൊക്കെ ക്ലിയറാക്കി. അപ്പോൾ അവരുടെ മുട്ട് മാത്രമല്ല നന്നാകുന്നത്, അവരുടെ ഡൈജഷൻ ക്ലിയറായി, അവർക്ക് ശോധന ക്ലിയറായി, അവർക്ക് പിന്നെ മടങ്ങാത്ത മുട്ട് മടങ്ങലായി, സ്റ്റെപ്പ് കയറലായി, ഇറങ്ങലായി, അങ്ങനെ ഒരുപാട് പിന്നെ മുട്ടുകൾ നമുക്ക് ക്ലിയറായി കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെ വയറ് ഇത്ര മോശങ്ങൾ ആവാനുള്ള കാരണം? വയറ് മോശമാകുന്ന ഒന്ന് നമ്മുടെ ഭക്ഷണത്തിൻ്റെ മീത ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമ്മൾ രാവിലെ നാസ്ത കഴിച്ച് അവിടുന്ന് വിശക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് മറ്റൊരു പലഹാരം കണ്ടപ്പോൾ നമ്മൾ അതും കഴിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് വിഷമായി മാറുകയാണ്. ആ വിഷം ശരീരത്തിൽ കടന്നിട്ട് ദൂഷിച്ചിട്ട് ഡൈജഷനൊക്കെ തകരാറിലായി. പിന്നെ നമ്മളെ കുടലിൻ്റെ മ്യൂക്കസുകൾക്കൊക്കെ ശോഷണം വന്ന് അത് നമ്മളെ ശരീരത്തിൽ കൈമുട്ടിനും കാൽമുട്ടിനും ഒക്കെ അത് പ്രതിഫലിക്കുന്നത് നമ്മൾ അറിയുന്നത്. നമ്മളത് കൈമുട്ട് വേദന കാൽമുട്ട് വേദന എന്നുള്ളത് ഒരുപാട് കാലം കൊണ്ട് നടക്കും. അങ്ങനെ അത് പഴക്കം ചൊല്ലുന്നതോടും ഫ്ലൂയിഡ് പറ്റുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ട് പോകുന്നില്ല. അത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് അത് വയറിനൊക്കെ ചികിത്സിച്ച് ഇവരുടെ ഫ്ലൂയിഡായി വരാനുള്ള നഷ്ടപ്പെട്ടു പോയ ജെല്ല് ആയി വരാനുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തുമ്പോൾ അതും ക്ലിയറായി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇപ്പോൾ നമ്മളെ വയറ് നല്ലപോലെ ആക്കാൻ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം? വയറ് നല്ലപോലെ ആക്കണേ നമ്മൾ രാവിലെ തന്നെ ഉണരുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, തീയിൽ വേവാത്ത ഭക്ഷണമാകുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഒരു അത്തിപ്പഴമാക്കാം, ഒരു ഗ്ലാസ് വെള്ളമാക്കാം,
അല്ലെ ഒരു 3 അത്തിപ്പഴം, അല്ലെ ഒരു ഗ്ലാസ് വെള്ളം, അത് രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് സ്ഫടിക ഗ്ലാസ്, രാവിലെ അത് ഞെരടി പിഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ അത്തിപ്പഴം കഴിച്ചിട്ട് അതിൻ്റെ മേലെ ആ വെള്ളം കുടിച്ചിട്ട്, അങ്ങനെ ആ പ്രഭാതം തന്നെ തുടങ്ങുക. അതേപോലെ പിന്നെ നമ്മൾ വയറ് ഒരു സമയത്ത് നമ്മൾ വയറ് ലോഡാക്കരുത്. രാവിലെ നമ്മൾ പ്രഭാത ഭക്ഷണം അത് നമ്മളെ മെമ്മറി ഉത്തേജിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട്, മെമ്മറിക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വയറ് ലോഡാക്കേണ്ട കാര്യമില്ല. കഴിക്കുന്ന ഭക്ഷണം നല്ല പ്രോട്ടീൻ ഉള്ളത്, അമിതമായ എരിവോ പുളിവോ ഒന്നും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ളൊരു ഫുഡ് നമ്മൾ നന്നായി കഴിക്കുക എന്ന് പറഞ്ഞാൽ വയറ് ലോഡാക്കുക എന്നർത്ഥമല്ല, കഴിക്കുന്ന ഭക്ഷണം ഫ്രഷ് ആയിരിക്കുക എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ അതിന് നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടതുണ്ടോ? ഓക്കെ, അത് നമുക്ക് ഏറ്റവും നല്ലതാണ്. നമ്മളെ നല്ല നേന്ത്രപ്പഴം പഴുത്താൽ നന്നായി പഴുക്കുമ്പോൾ അതിൻ്റെ തൊലി കറക്കുമ്പോൾ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുക ചെയ്യുക. സാധാരണ എല്ലാവരും വാങ്ങൂല അത്. ഞാനത് 10 രൂപ കൂടുതലാണെങ്കിലും കടയിൽ നിന്ന് അതാണ് വാങ്ങുക. എന്താ കാരണം, ഈ നമ്മുടെ അസിഡിറ്റിയൊക്കെ മാറ്റാനുള്ള ഹൈ പവർ എന്തുണ്ട്, മെഡിസിൻ നമ്മളെ വാഴക്കയുടെ തോലുണ്ട്. ആ തൊലിയിലുള്ള മഞ്ഞ നിറം പഴത്തിലേക്ക്, അതിൻ്റെ ഗുണം പഴത്തിലേക്ക് വലിഞ്ഞിറങ്ങുമ്പോഴാണ് ആ തൊലി ബ്ലാക്ക് ആവുന്നത്. അപ്പോൾ ആ തൊലിയുടെ എല്ലാ കണ്ടന്റും നമ്മളെ പഴത്തിലേക്ക് കിട്ടി. ആ പഴം നമ്മളൊന്ന് അടുപ്പിൽ പഴയ കാലത്ത് പോലെ ചുടുക. വേറെ എണ്ണ കുഴമ്പൊന്നും അതിന് വേണ്ട. അങ്ങനെ ചുട്ടിട്ട് നല്ല പഴുത്ത പഴം ഒന്ന് അടുപ്പിൽ ചൂടാക്കി, അത് ചൂടാറിയതിന് ശേഷം, ചൂടാതെ കഴിക്കാൻ പാടില്ല, അത് ആറിയതിന് ശേഷം സ്പൂണ് കൊണ്ട് അത് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാൻ പറ്റിയാണ്. സ്വാദിഷ്ടമായ ഭക്ഷണമാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പറ്റിയതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വയറ് ക്ലീൻ ചെയ്താൽ തന്നെ നമ്മൾ ഒരുവിധം മുട്ടുവേദന ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ല് തേയ്മാനത്തിൻ്റെ കാരണങ്ങൾ ശരിക്കും എന്തൊക്കെയാണ്? തേയ്മാനം ശരിക്ക് നമ്മൾ തേയ്മാനം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ജെല്ല് പറ്റിപ്പോവുക, മജ്ജയല്ല. അതെ. ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, മജ്ജ കുറഞ്ഞു പോകുകയാണ്. മജ്ജയല്ല, ഒരു ജെല്ല്, ഒരു ഗ്രീസ്, ആ ഫ്ലൂയിഡ് പറ്റി പോകുന്നതാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞ രൂപത്തിൽ കാര്യമായിട്ട് പിന്നെ നമ്മളെ വയറുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. നമ്മളത് ഗ്യാസാണ്, പിന്നെ കാളിച്ചാണ്, ചെറിയൊരു നെഞ്ചരിച്ചിൽ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടിടക്കും. അപ്പോൾ നമ്മൾ കുടൽ തകരാറിലാകുന്നതിനനുസരിച്ച് നമ്മുടെ മുട്ടും കേടി വരുന്നതാണ് നമ്മളെ അനുഭവത്തിലുള്ളത്. അതല്ലാത്തതും ഉണ്ടാകാം. പിന്നെ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പോൾ രാവിലെ തന്നെ എല്ലാ ദിവസവും കട്ടൻ ചായ എങ്ങനെ കുടിക്കുക ഒരാൾ, ഈ പഞ്ചസാര ഉപയോഗിച്ചിട്ട്. പഞ്ചസാര ഓൾറെഡി അതെന്താണ്, നമ്മളെ ഞരമ്പിനൊക്കെ തളർത്തുന്ന ഒരു സാധനം, എല്ലിനെ ദ്രവിപ്പിക്കുന്ന സാധനം. അപ്പോൾ ഈ ചായ ആണെങ്കിലും ഒരു ഫ്ലൂയിഡ് വർദ്ധിപ്പിക്കുന്ന സാധനം അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഫ്ലൂയിഡ് നശിക്കുന്ന സാധനം തന്നെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നിത്യോപയോഗമാക്കി മാറ്റുകയാണ്, ശീലമാക്കി മാറ്റുകയാണ്. അപ്പം നമ്മൾ നശിച്ചു പോകണം. പകരം നേരെ ഓപ്പോസിറ്റ്, നമ്മളെ ശരീരത്തിൽ ജെല്ലൊക്കെ ഉണ്ടായി വരുന്ന സാധനങ്ങൾ നമ്മൾ നിത്യം ഉപയോഗിക്കുമ്പോൾ അതിനും പരിഹാരമാവും. ഓക്കെ. ഇപ്പോൾ പല ആളുകൾ ഇപ്പോൾ വേദന സംഹാരിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു. പല ആളുകൾക്കും പല സമയത്തും മുട്ടുവേദന സമയത്ത് സഹിക്കോ ചെയ്യാതെ മുട്ടുവേദന ഉണ്ടാവും. കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നേരത്തെ പറഞ്ഞ തേയ്മാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നല്ല നീരുണ്ടാവും, അല്ലെങ്കിൽ തടിച്ചു വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇത്തരം ആളുകൾക്ക് ആ വേദന കുറയ്ക്കാനും നീര് കുറയ്ക്കാനും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വീട്ടിൽ നിന്ന് തന്നെ? അതിന് നമുക്ക് മിക്കവാറും ചില കേസിൽ നമ്മൾ വിജയം കാണുന്നുണ്ട്. സാധാ പച്ചവെള്ളം ശരിക്ക് ഒരു കോട്ടൺ തുണിയിൽ മുക്കിയിട്ട് നമ്മൾ നല്ലൊരു റോളാക്കി, ഏതാണ്ട് ഇത്ര പോലെയുള്ള റോളാക്കി മാറ്റിയിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ നേരെ വെച്ച് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അധികം ടൈറ്റ് ആക്കാതെ ചുറ്റി കൊടുക്കുക. 1/2 മണിക്കൂർ സമയം അങ്ങനെ വെക്കുക. ഒരുപാട് മുട്ടുവേദനക്കാർക്ക് ഇതിൽ കൂടുതൽ വെക്കാൻ പാടില്ല, കാരണം തണുപ്പ് പറ്റാത്ത മുട്ടുവേദന ഉണ്ടാവുമല്ലോ. ഒരുപാട് ആളുകൾക്ക് ഇതൊരു വേദന സംഹാരിയാണ്. അതുകൊണ്ട് ഫ്ലൂയിഡ് വറ്റിപ്പോകുന്നില്ല. മറ്റ് ബാമുകൾ, തൈലങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ്, ചില തൈലങ്ങൾ, എല്ലാ തൈലങ്ങളും അല്ല, ഉപയോഗിക്കുമ്പോൾ ആ ഫ്ലൂയിഡ് വീണ്ടും വരണ്ടു പോകുന്നുണ്ട്. ഇതുകൊണ്ട് ആ വരൾച്ച സംഭവിക്കുന്നില്ല. അപ്പോൾ ഒരു ആശ്വാസം അവർക്ക് കിട്ടുന്നുണ്ട്. രാത്രി സമയത്തൊക്കെ കിടക്കുന്നതിന് മുമ്പ് അവരിങ്ങനെ ചെയ്യാം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ കെട്ട് മാറ്റി, അപ്പോൾ നല്ലൊരു ആശ്വാസം പലർക്കും കണ്ടെത്തുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ അതല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? പിന്നെ നമുക്ക് നീര് പോകാൻ വേണ്ടി കർമൂസയുടെ ഇല അതൊന്ന് നമുക്ക് മെല്ലെ ഒന്ന് ഇങ്ങനെ ചതക്കി, ഇങ്ങനെ ചപ്പ് മാത്രമേ ചെയ്യാവൂ, നീര് വരാൻ പാടില്ല. അത് മുട്ടിൽ വെച്ചിട്ട് നമുക്ക് ചുറ്റി കെട്ടാം. അത് പിന്നെ ഒരു 1/2 മണിക്കൂറിൻ്റെ കണക്കില്ല, അത് രാത്രി നമുക്ക് കെട്ടി രാവിലെ അഴിച്ചാൽ മതി. അങ്ങനെ പതിവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫ്ലൂയിഡ് വറ്റാത്ത ആളുകൾക്ക് അത് ആ നീരുകളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മാറി വലിഞ്ഞു. ഇപ്പോൾ പല ആളുകളും പറഞ്ഞു കേട്ടുള്ള ഒരു വിഷയമാണ്, നമ്മളെ കുരുമുളകിൻ്റെ ഇല, അതുപോലെ തന്നെ മുരിങ്ങൻ്റെ ഇലയൊക്കെ അരിച്ചു പറ്റുന്ന ഈ നീര് വറ്റുന്നതിനും വേദന സഹായിക്കുന്നുണ്ട്. അത് ശരിയാണോ? അത് വളരെ ശരിയാണ്. അതായത് അതിലൂടെ ഒരു അബദ്ധം എന്താന്ന് പറഞ്ഞാൽ, ഈ ഫ്ലൂയിഡ് ജെല്ല് വറ്റിയ മുട്ടുവേദനക്ക് ഇതൊന്നും ഗുണകരമല്ല. വീണ്ടും അത് ഉള്ളിൽ വരണ്ടു പോവുകയാണ് ചെയ്യുക.
അതുകൊണ്ട് നീര് വറ്റുന്നത് സാധനങ്ങൾ എല്ലാ മുട്ടുവേദനക്കും ഉപയോഗിക്കരുത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ കർപ്പൂരാദിയാട്ടെ കൊട്ടൻ ചുക്കാദിയാട്ടെ ഇങ്ങനെ തൈലങ്ങൾ, വെളിച്ചെണ്ണ പോലും പറ്റാത്ത മുട്ടുവേദനകളുണ്ട്. അത് വീണ്ടും വരണ്ടു പോകുള്ളു. അപ്പൊ ഇത് കാരണങ്ങൾ നോക്കിയിട്ട് നമ്മൾ കൃത്യമായി രോഗിനെ കിട്ടി, ആ രോഗിനെ നമ്മൾ പഠിച്ച് ആ രോഗിക്ക് എന്തിൻ്റെ കാരണം കൊണ്ട് അത് വന്നതെന്ന് നോക്കി, മസിലിൻ്റെ ബലക്കുറവാണോ എന്ന് നോക്കി, ജെല്ല് കുറഞ്ഞതാണോ എന്ന് നോക്കി, അല്ല വയറിൻ്റെ കംപ്ലൈൻറ്റ് ആണെന്ന് നമ്മൾ നാഡിയൊക്കെ നോക്കി, ആ മർമ്മ ചികിത്സാ പ്രകാരമൊക്കെ നോക്കി, യുനാനി മെത്തേഡിൽ നോക്കി കാരണങ്ങൾ മനസ്സിലാക്കി നമ്മൾ അവർക്ക് നിർദ്ദേശം നൽകുകയാണ്. ഇപ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കാലിലേക്കിൻ്റെ ബലം കുറയുക, അല്ലാന്നുണ്ടെങ്കിൽ കാലിലേക്ക് തരിപ്പ് വരിക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? രക്തത്തിന്റെ സർക്യൂട്ട് കുറവ് ആയതുകൊണ്ട് തന്നെ ഞരമ്പിലൂടെയുള്ള രക്തത്തിന്റെ സർക്കുലേഷൻ കുറയുമ്പോഴാണ് മെയിനായിട്ട് അത് ഉണ്ടാവുക. അതൊരു വാദത്തിന്റെ ഒരു കണ്ടന്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. വാദം കൊണ്ടും വരാം, മറ്റ് ഘടകങ്ങളെ കൊണ്ടും ദോഷങ്ങളെ കൊണ്ടും അത് വരാം. പ്രധാനമായിട്ട് വാദമാണ് കണ്ടുവരുന്നത്. അപ്പം അത് നമ്മൾ ഞരമ്പിനൊക്കെ രക്തമൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഞരമ്പിലൂടെ രക്തം ഒഴുകുന്നൊരു സംവിധാനമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും, അത് ക്ലിയർ ആയി പോകും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിൻ്റെ ബലം കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബലം കൂട്ടാൻ നമുക്ക് പിന്നെ നമ്മളെ ഭക്ഷണത്തിൽ ഇപ്പോൾ പ്രകൃതിപരമായി പറഞ്ഞാൽ പച്ചക്കായ ഉണ്ടല്ലോ, തോലടക്കം, അത് കുതിരയുടെ കാലിന് പോലും പവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നൊരു സാധനമാണിത്. അപ്പോൾ നമ്മളെ അനുഭവത്തിൽ മനുഷ്യൻ്റെ കാലിന് പവർ കിട്ടാനും എന്തുണ്ട്, കാലൊരു സെക്കൻഡ് ഹാർട്ടാണല്ലോ. അപ്പം അതിന് പവർ കിട്ടാൻ നമ്മൾ ഈ പച്ചക്കായ ശരിക്കും തോലടക്കം, പച്ചക്കായ കഴുകുക, തോല് പരണ്ടൊന്നും വേണ്ട, ശരിക്ക് കട്ട് ചെയ്ത് അത് പതിവായിട്ടൊരു 2 കായ ഒരു ദിവസം നമ്മൾ പതിവായിട്ട് രാവിലെ നാസ്തിയായിട്ട് ഉപയോഗിക്കാം. കുറച്ച് തുടർച്ചയായിട്ട് അങ്ങനെ ഉപയോഗിക്കുമ്പം നമുക്കൊരു പവർ ശരീരത്തിനുണ്ടാകും. കൂടുതൽ വ്യായാമങ്ങളും മറ്റ് ഭക്ഷണങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പുളിയുള്ള ബലം കുറയ്ക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി പിന്നെ തുടർച്ചയായിട്ട് മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. എന്നാലോ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം 1-2 ദിവസം തന്നെ മാംസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെയൊക്കെ ഭക്ഷണത്തിൽ കൂടി നമ്മൾ ശ്രദ്ധിച്ച് മത്സ്യത്തിലും തന്നെ നല്ല ഇപ്പോൾ ഈ കോര പോലത്തെ മത്സ്യങ്ങളൊക്കെ ജെല്ല് വർദ്ധിക്കാൻ നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ. ഇപ്പോൾ ആളുകൾക്ക് തരിപ്പ് ഉണ്ടാവാറുണ്ട് പലപ്പോഴും. ഈ തരിപ്പ്, കാല് പുകച്ചില്, പിന്നെ എന്താ പറയുക, ചില സമയത്ത് ഭയങ്കര ഒരു തളർച്ച വരുന്നത്, അതെന്തുകൊണ്ടായിരിക്കും? അത് വാദത്തിൻ്റെ ആണ് കാര്യമായിട്ട് കണ്ടുവരുന്നത്. വാദം കൊണ്ട് അവർ തരിപ്പ് വരുന്നത് വാദം കൊണ്ട്, തരിപ്പ് ഒക്കെ അത് വന്നിട്ടുണ്ട്. അപ്പം ഷുഗർ കൊണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒരു വാദത്തിൻ്റെ ആണ് അതിൻ്റെ കാരണം. അങ്ങനെയാണ് തരിപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? കാരണം പല ആളുകളും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ചില സമയത്ത് കാല് നമ്മൾ ഇടയ്ക്കിൽ ഒന്ന് കയറ്റി വെച്ചാലൊക്കെ പിന്നെ അവിടെ കാലുണ്ടോ എന്ന് തന്നെ ഒരു സംശയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് പലപ്പോഴും എത്തുകയാണ്. കാരണം അത്രയും തരിത്ത് പോയിട്ടുണ്ടാവും, നമ്മളൊന്നും അറിയാത്ത പോലെ മരവിച്ച് പോയിട്ടുണ്ടാവും. അതെങ്ങനെയാണ് നമ്മൾ എന്താണ് ചെയ്യുക? അത് നമ്മൾ ഈ പറഞ്ഞൊരു ഭക്ഷണത്തിൽ തന്നെ മാറ്റം വരുത്തിയാൽ നന്നാവും. അത് ഭക്ഷണത്തിൽ ശുദ്ധമായ പശുവിൻ നെയ്യ് ഉപയോഗിക്കുക. ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ 1-2 ടീസ്പൂൺ തേൻ പതിവായി ഉപയോഗിക്കുക. നമ്മൾ അമിതമല്ലാത്ത രൂപത്തിൽ കുറച്ച് മഞ്ഞൾ, തൊട്ടാവാടിയുടെ ഇല, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് തിളപ്പിച്ചിട്ടോ ഇനി നെല്ലിക്ക വലുപ്പത്തിൽ ഉരുട്ടിയിട്ടോ ഒരു ദിവസം 1-2 തവണ അത് കഴിക്കൽ കൊണ്ടുവന്നുണ്ടാകും. നമുക്ക് നല്ല റിസൾട്ട് വരും. ഞരമ്പിന് ശക്തി വരുമ്പോൾ അതിൽ ഒഴുകാനും തുടങ്ങുമല്ലോ. പിന്നെ രക്തം കുറവാണെങ്കിൽ അവർക്ക് ആ കൂട്ടത്തിൽ മുതിര വെള്ളം കഴിക്കുക. ഒരു ദിവസം 1-2 നേരം നന്നായി വേവിച്ച് മുതിര സൂപ്പാക്കിയിട്ട് ആ വെള്ളം ഉപയോഗിക്കുക. ഉറുമാമ്പഴം ഉപയോഗിക്കുക. ഇതൊക്കെ ചെയ്യൽ കൊണ്ട് അവർക്ക് ഞരമ്പിനും എന്തുണ്ട് നല്ല ഗുണം കിട്ടും. അതായത് നിങ്ങളും ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് മുട്ടുവേദന പ്രശ്നങ്ങൾ, മുട്ടുവേദന ആയിക്കോട്ടെ, മുട്ടിന് ബലമില്ലാത്ത പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ കാൽമുട്ടിന് തരിപ്പ് കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഇതിനൊക്കെ നല്ല റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ സാറ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ പല പ്രശ്നങ്ങൾ, ഇപ്പോൾ വാദത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് മുട്ടുവേദന മാറ്റിയിട്ട് അവർക്ക്, അതായത് വീൽ ചെയറിൽ വന്ന ആളുകൾക്ക് പോലും തിരിച്ച് നടന്നു പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും മുട്ടുവേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ, അത് എങ്ങനെയാണ് കൺസൾട്ടേഷൻ വേണമെന്നുള്ളതും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇപ്പോൾ പലപ്പോഴും നമ്മളെ കാലിൻ്റെ മൊത്തത്തിലുള്ളൊരു ശക്തി കൂട്ടാൻ അല്ലെങ്കിൽ എല്ലിൻ്റെ ബലം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ, കാരണം പലപ്പോഴും എല്ലിൻ്റെ ബലം ഇല്ലാത്തതും ഇപ്പോൾ പിന്നെ എല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ പല ആളുകൾക്കും ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് എല്ലിൻ്റെ ബലം കുറയുന്നതും എല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്? പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് കാൽസ്യത്തിൻ്റെ കുറവ്, അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ബലം കുറയുന്നത്. അപ്പോൾ ഒരു പുരാതന ശൈലിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലിന് ബലം കിട്ടണമെങ്കിലും നമുക്ക് വ്യായാമം വേണമല്ലോ. വ്യായാമമില്ലാതെ ഇങ്ങനെ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരാളുകളാകുമ്പോൾ, ഒരു ഓഫീസ് ഡ്യൂട്ടി ഒക്കെ ആകുമ്പോൾ അവർക്ക് പൊതുവേ ശരീരം ബലം കുറയും, എല്ലിനും ബലം കുറയും. സ്ഥിരമായിട്ട് നമ്മൾ നല്ല കൂവപ്പൊടി ഉപയോഗിക്കുക. മത്സ്യത്തിൻ്റെ കൂട്ടത്തിൽ നമ്മളെ മുള്ളൻ എന്ന് പറഞ്ഞ മത്സ്യം, മുള്ളൻ മീൻ, അത് നല്ല ഫ്രഷ് വാങ്ങിക്കൊണ്ടുവരിക. ഫ്രഷ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നന്നായി ഉണക്കുക, വൃത്തിയാക്കി ഉണക്കി പൊടിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കറിയാക്കി ഉപയോഗിക്കാൻ എങ്ങനെയൊക്കെ പറ്റുമോ ആ രൂപത്തിൽ നമുക്ക്
ഉപയോഗിച്ച് മുള്ളടക്കം പൗഡറാക്കി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലിൻ്റെ ബലത്തിന് വളരെയധികം ഗുണം ചെയ്യും. വളരെ സൂക്ഷിക്കണം. മുള്ളൻ്റെ എല്ല് പൗഡറാക്കുക എന്ന് പറയുമ്പോൾ സൂക്ഷ്മമായ പൗഡറായി, മീനടക്കം പൗഡർ ആവണത്, അത് നമ്മൾ ആക്കി സൂക്ഷിച്ചു വെച്ചാൽ എല്ലാവർക്കും നല്ലൊരു പ്രതിവിധിയാണ് അത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ, നിങ്ങൾക്ക് കഠിനമായ മുട്ടുവേദനയുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എല്ലാത്തിനും നമുക്ക് പ്രതിവിധി ഉണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ആയിക്കോട്ടെ, എന്ത് മുട്ടുവേദന ആയിക്കോട്ടെ, നമുക്ക് നല്ല റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതായത് വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പോലും, സർജറി പറഞ്ഞ ആളുകൾക്ക് പോലും നമുക്ക് ഇവിടെ എത്തിയിട്ട് അവർക്ക് മുട്ടുവേദന സർജറി ഇല്ലാതെ പൂർണ്ണമായി മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചാണ്. നിങ്ങളുടെ മുട്ടുവേദന ഏതാണോ അതിനനുസരിച്ചായിരിക്കും പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ സമയം എടുക്കുക. അപ്പോൾ നിങ്ങൾ അതിന് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഗുരുക്കളുടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.